നാടൻ സെറ്റപ്പ്. ഇത് മീനാണോ ജി? നമ്മുടെ ഡാമിലെ മീനാണ് വറക്കണേ. കക്കി ഡാമിൽ മീനായിട്ട് കൊടുക്കുന്നത്. ക്യാൻറ്റീനിൽ പുറത്ത് ചേച്ചി മീനൊക്കെ വെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻ്റെ പേരെന്താ? കുയിൽ. ഞാനുണ്ട് മീൻ. നല്ല വിറകടുപ്പിൽ വറുത്ത് സെറ്റാവണം. കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. ചോറും കറിയൊക്കെ ഇവിടെ ചേട്ടന്മാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ നടന്നുകൊണ്ട് ഇത്ര നേരം നമ്മുടെ സാരഥി. പിന്നെ ഊണ് കഴിച്ചിട്ട് കാണാം. എല്ലാം റെഡി ആട്ടോ, സെറ്റാണ്. നമ്മളിപ്പം സമയം 2 മണിയാവണു. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് നോക്കി. KCBയുടെ ഒരു ചെറിയ ക്യാൻറ്റീനാണ്. അവിടെ നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ അത്രയും പേർക്കുള്ള ഫുഡും കാര്യങ്ങളും. അപ്പോൾ അതേ നമ്മുടെ വണ്ടി എടുത്ത് നോക്കി. കട്ട ആംബിയൻസാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ കയറി വരുന്ന വഴിക്ക് വേറെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഇതൊരു ക്യാൻറ്റീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാം. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടോ. നാടൻ സെറ്റപ്പ്. ഇത് മീനാണോ ജി? നമ്മുടെ ഡാമിലെ മീനാണ് വറക്കണേ. കക്കി ഡാമിൽ മീനായിട്ട് കൊടുക്കുന്നത്. ക്യാൻറ്റീനിൽ പുറത്ത് ചേച്ചി മീനൊക്കെ വെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻ്റെ പേരെന്താ? കുയിൽ. ഞാനുണ്ട് മീൻ. നല്ല വിറകടുപ്പിൽ വറുത്ത് സെറ്റാവണം. കുറേ പേര് അവിടെ ഇരിപ്പുണ്ട്. ചോറും കറിയൊക്കെ ഇവിടെ ചേട്ടന്മാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ നടന്നുകൊണ്ട് ഇത്ര നേരം നമ്മുടെ സാരഥി. പിന്നെ ഊണ് കഴിച്ചിട്ട് കാണാം. എല്ലാം റെഡി ആട്ടോ, സെറ്റാണ്. അപ്പോൾ അതേ നമ്മൾ ഊണൊക്കെ എടുത്തിട്ടുണ്ട്. കുയിൽ മീൻ ഫ്രൈ. ഇത് എന്താ പയറാണെന്ന്. പയറ്, അച്ചാറ്, ചെറിയൊരു ഉള്ളിക്കറി, ബാക്കി സാമ്പാറും കറിയൊക്കെ വരും. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞു. നല്ലൊരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. സംഭവം കൊള്ളാം. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഗവിക്ക് 10 കിലോമീറ്ററാണുള്ളത് ബാക്ക്ഗ്രൗണ്ട്.